ആ ഹലോ. സാറേ ഇത് ഞാനാന്നേ ലത. ലതയോ? ആരാ തെക്കേലെ ആരാ വീട്ടില് എവിടെയുള്ള? സാറിനെ ഒരിക്കൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ തെക്കേലെ ലത. ആ, എന്തിനായിരുന്നു വിളിച്ചത്? അല്ല, സാറ് പറഞ്ഞിട്ടില്ലേ ഒരു ജോലി ശരിയാക്കി തരാന്ന്. ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞു. ആ തെക്കേല്. ആ ആ ആ മനസ്സിലായി മനസ്സിലായി. അല്ല. ആ അന്ന് ആ അന്ന് ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ അത് കുറച്ചൊരു സമയം എടുക്കും അത്. അല്ല, സാറല്ലേ പറഞ്ഞേ നമ്മുടെ ഭരണം വന്നാല് സാറ് ജോലിയാക്കി തരുന്നു. അതെ, നമ്മളെ ഭരണം ഇപ്പം വന്നതല്ലേ ഉള്ളൂ. ജോലി ഞാൻ ആക്കിത്തരാം, ഞാൻ ശ്രമിക്കും. പിന്നെ ആ ലത എന്ന് പറയുമ്പോ ആ ഇത് സാറിന് ഓർമ്മ വരുന്നില്ല? ആ കല്യാണം കഴിയാതെ ആളല്ലേ? അതെ. ആ ആ ആ ആ ആ എന്റെ മനസ്സിലുണ്ട്. ആ ഞാനന്ന് തിരക്കിലാണ് സംസാരിച്ചെങ്കിലും, അതായത് ഞാനിപ്പോ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. ആ. ഞാന് ജോലിയുടെ കാര്യം ഒന്ന് രണ്ടാളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒന്ന് വേഗം ശരിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ നല്ലതേനും. ആണല്ലേ? ഞാന് ഞാനൊന്നും കൂടി ശ്രമിക്കട്ടെ. അതായത് എന്ത് ജോലിയായാലും പോകുമല്ലോ അല്ലേ? ഞാൻ പോകും. അത്ര ആ ഞാൻ കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ്. ആ അതെ, അതെനിക്ക് മനസ്സിലായി. ഒന്ന് രണ്ടാളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും കൂടി ഒന്ന് രണ്ടുപേരെ കാണുമ്പോൾ ഞാൻ സംസാരിക്കാം. ഉം. ആ പിന്നെ ജോലി എന്തായാലും ഒന്ന് നേരിട്ട് കാണണം. എനിക്കിപ്പോ ശരിക്കും ആളെ മുഖമൊന്നും ഓർമ്മയില്ല. അതെയോ? അല്ലാതെ ആ സാറ് പറഞ്ഞാൽ മതി. ഞാൻ എവിടെയാ വരണ്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി. അപ്പൊ എനിക്കൊന്ന് ആളെ നേരിട്ട് കാണുകയും വേണം. അതായത് ജോലി ആവുമ്പോഴേക്ക് വന്നാൽ മതി. ഒരു കാര്യം ചെയ്യും, ജോലി ആവുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് നേരിട്ടൊന്ന് മീറ്റ് ചെയ്താലേ. ആ എനിക്ക് ആളെ ശരിക്കും അങ്ങട് ഓർമ്മ വരുന്നില്ല. ആ അല്ല, സാറ് ഉം. അല്ല എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഞാനിപ്പോ എന്തായാലും വീട്ടിലേക്ക് വിട്ട് വരണ്ട. ഞാൻ അധികം വീട്ടിലുണ്ടാവില്ല. അതെയോ? ഉം. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്ന് ടൗണിലോട്ട് വരാൻ പറ്റുമോ? ഓ, വരാലോ. ഒന്ന് എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്റെ വണ്ടിയിൽ വന്നാലേ നമുക്ക് ജോലി സ്ഥലത്ത്, ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് അവർ ചെല്ലാൻ പറഞ്ഞാല് എന്റെ കൂടെ വന്നാൽ മതി. ആ ആ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനേ. അതെ. പിന്നെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് വരാനാരും ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഞാൻ ഒറ്റക്ക് വന്നോളൂ. അതാണ് സൗകര്യം. ഒറ്റക്ക് വന്നാൽ മതി കേട്ടോ. അത് പറയാൻ തന്നെ. ഇനി ഒരുമിച്ച് ആരെങ്കിലും കൂട്ടി വന്നാൽ ചിലപ്പോൾ ഈ ജോലി തരുന്ന അവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടാവൂല. അപ്പൊ ഞാൻ എന്റെ സ്വാധീനവും കെയറോപ്പൊക്കെ വെച്ചിട്ടാണ് ജോലിക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നത്. പിന്നെ അതിനുള്ളൊരു നന്ദിയൊക്കെ ഉണ്ടാവണം കേട്ടോ, എപ്പോ കണ്ടാലും. ഓ, സാറിനെ കണ്ട പിന്നെ അല്ല ഞാൻ. ആ എനിക്കറിയാം, നമ്മളിത് പലർക്കും ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ കണ്ടാല് ഒരു മൈൻഡും ഉണ്ടാവൂല. നമ്മളെന്തെങ്കിലും പറയുകയോ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടിട്ട് കുറ്റാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നില്ല അവർക്ക്. അയ്യോ സാറ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഉറപ്പാണ്. അല്ലാതെ എന്റെ വീട്ടിലിപ്പോ അച്ഛനും അമ്മയും പ്രായമായ അവരല്ലേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടിലൊക്കെ? ഇല്ല, അവരേ ഉള്ളൂ. ആ ആ അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത് വീട്ടില്? എങ്ങനെയാണ്? വല്ലാതെ കഷ്ടപ്പാടാ. അച്ഛനും അമ്മക്കും അസുഖമാണ്, മരുന്ന് ആ വാങ്ങണം. പിന്നെ വീട്ടിലെ ചെലവ്. അതെ അതെ. ആ, ആ അപ്പൊ എന്തെന്നാലും ജോലി ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചത്. സാറ് വേഗം തന്നെ വാങ്ങിച്ചു തന്നാ അത്രക്കും നല്ലത്. അത് ഞാൻ എന്തായാലും പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കൂല ആൾക്കാരൊക്കെ. അപ്പൊ ഞാൻ ഒന്ന് സംസാരിച്ചതിന് ശേഷം ലതയോട് വരാൻ പറയാം. അല്ല, പിന്നെ സാറിന് കാശിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടാവോ? അല്ലല്ലോ, എനിക്ക് കാശിന്റെ ഞാൻ പറയില്ല. അങ്ങനത്തെ കാശ് വാങ്ങിച്ചിട്ട് ജോലി ആക്കി കൊടുക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. പറ്റുമെങ്കിൽ പറ്റൂല്ലെങ്കിൽ ഇല്ല. ആ പിന്നെ ലത എന്തെങ്കിലും മനസ്സറിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്ന കാശെന്നല്ല, ലതക്ക് എന്തെങ്കിലും എന്നോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ ചിലപ്പോൾ സ്വീകരിക്കും. നന്നായാലും അത് പിന്നെ ലത
എന്റെ ഇഷ്ടം പോലെയാണ്. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിലും അത് ഒരു നേരം വീട്ടിൽ വിളിച്ച് ഒരു നേരത്തെ ഊണ് തന്നാല് സന്തോഷമായി. ആ ആ എന്നാ സാറ് അത് ജോലിക്കാര്യം ശരിയാക്കുക. അപ്പൊ ഞാൻ പിന്നെ എന്നാ പിന്നെ അതെ അത് പിന്നെ അത് ഉച്ചക്ക് എന്തായാലും എനിക്ക് വരാൻ സമയമില്ല. രാത്രിയാകുമ്പോഴാണ് സൗകര്യം. വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് ഞാൻ അങ്ങോട്ട് വന്നാല് രാത്രിയത്തെ ഭക്ഷണം കഴിച്ച് എനിക്ക് അങ്ങ് വീട്ടിൽ പോവുകയും ചെയ്യാമല്ലോ. അതെയോ? ആ ഞാൻ ഇനി അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിലേക്ക് വന്നോളാം. അല്ല രാത്രി എന്ന് പറഞ്ഞാല് ഓ രാത്രിയല്ലേ സൗകര്യം. അതായത് പകലൊക്കെ വരുമ്പോൾ ഇത് പിന്നെ ആൾക്കാരൊക്കെ ഞാനാണെന്ന് മനസ്സിലാവും. എന്തിനാ വന്നേ, അത് അയാളെന്തിനാ ഇവിടെ വന്നേന്നൊക്കെ ചോദിക്കൂലേ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് പറയേണ്ടി വരും. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് ഞാൻ ജോലി വാങ്ങിച്ചു തന്നെയാണ് ആൾക്കാരോട് പറയുന്നതിനൊന്നും എനിക്കൊരു താല്പര്യമില്ല. അല്ല അതുകൊണ്ടാണ്. സാറിന് ഊണ് തരുന്നൊരു വിഷമമൊന്നുമില്ല. അല്ല, ഊണ് കഴിച്ചാൽ ചിലപ്പോ എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഊണ് കഴിച്ചാൽ ഒരു 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിപ്പോകും. അതെയോ? ആ അത് അതിനുള്ളൊരു സാരമില്ല. സൗകര്യം. കിടന്ന് ഉറങ്ങുന്നതല്ലേ. അല്ല, ഉറങ്ങുന്നതെന്ന് പറഞ്ഞാല് അതൊക്കെ ലേതൊക്കെ ഞാൻ അവിടെ വന്നാൽ മനസ്സിലാവും. എന്തായാലും ജോലി കിട്ടണ്ടല്ലേ. ജോലി വേണം. ആ അപ്പൊ പിന്നെ ഒരു 10-20 മിനിറ്റ് ഞാൻ അവിടെ കയറുന്നു. അല്ല ഉറങ്ങിപ്പോയാല് സാരമില്ല. ഞാൻ പിന്നെ 20 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാൽ വിളിച്ചാ പോരെ? വിളിച്ചാ മതി. ഞാൻ പറഞ്ഞത് ഇതൊക്കെ അങ്ങോട്ട് ശരിക്കും മനസ്സിലായില്ല എന്നൊരു തോന്നലുണ്ട്. വീട്ടില് വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ അച്ഛനമ്മൊക്കെ ഉറങ്ങുകയോ സമയമാകുമ്പോഴേക്കൊക്കെ രാത്രിയൊക്കെ. അവര് വേഗം കിടക്കും. അപ്പൊ പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് എന്തായാലും ജോലി കിട്ടിയ സന്തോഷമല്ലേ. ജോലി എന്തായാലും കിട്ടും. അപ്പൊ ഒരു ഇത്തിരി സന്തോഷമൊക്കെ ആക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് തിരിഞ്ഞാൽ പോരെ. ഗതിയാന്ന് തീരുമാനിക്കണ്ടേ. ജോലി കിട്ടണ്ടല്ലോ അതൊക്കെ. ജോലി എന്തായാലും വേണോ? പിന്നെ സാറ് അല്ല എന്നാല് അങ്ങനെ വന്നോ. അല്ല അതൊക്കെ വേറെ എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല സാറേ, എതിർപ്പൊന്നുമില്ല. സാറ് വരുന്നതിന് ഞാനെന്തിനാ എതിർക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ട് ഞാനൊരു ശകലം എവിടെയും ഒന്ന് കിടന്ന് ഉറങ്ങുമ്പോ ഗതയും കൂടി അടുത്തുണ്ടായാൽ നല്ലതേനു. സാറ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പം മനസ്സിലായി. അതന്നെ ഇത് ഞാൻ ഇതിപ്പോ നമ്മളിപ്പോ ഇതിലങ്ങ് നേരിട്ടങ്ങ് പറഞ്ഞു തരാൻ പറ്റുമോ? അതെല്ലാം ഊഹിക്കണ്ടേ. അങ്ങനെ ഒരു പരീക്ഷയോ അല്ല ഒന്നും എഴുതാണ്ടൊരു ജോലിയൊക്കെ കിട്ടുമ്പോ അങ്ങനെയല്ലേ അതൊക്കെ. അല്ല അത് ശരിയാവോ? അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ശരിയായിക്കോളും. അതൊക്കെ സാറ് ആദ്യം ജോലി ശരിയാക്കിത്താ. ജോലി ശരിയാക്കി തരുമല്ലോ. അതിനു മുന്നേ എനിക്കൊന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ മുഖം പോലും എന്റെ മനസ്സിലില്ല, അറിയില്ല. അപ്പോ ഈ ഫോണിലൂടെ മാത്രമല്ലല്ലോ, എനിക്കൊന്ന് വന്ന് ആളെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടാലാണ് ഇയാൾക്കാണ് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിലും വേണ്ടേ. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ട്, അതായത് ലതിയായിട്ടുള്ള അടുത്തൊരു സൗഹൃദം ഉണ്ടാകണ്ടേ നമ്മള് തമ്മിൽ. അല്ല സാറ് ജോലിയാക്കി തന്നാല് സാറിന്റെ ഇഷ്ടം പോലെ. എനിക്കറിയാം ജോലിയായി അത് എന്നാ എല്ലാ ദിവസവും വിളിക്കും, വീട്ടിൽ വിളിക്കും, ഭക്ഷണം തരുന്നല്ല എനിക്കറിയാം. പക്ഷെ അതല്ല, അത് ജോലി കിട്ടുന്നതിന് മുന്നേ നമ്മളൊരു ഒരു 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 സൗഹൃദം ഉണ്ടാക്കണ്ട. അതിനാണ് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞത്. അല്ല മുന്നേ വന്നാല് അതിനിപ്പോ എന്താ, ജോലി കിട്ടി എന്ന് വിചാരിച്ചു. അല്ല സാറ് ജോലി ശരിയാക്കി തരൂലേ? ജോലി ശരിയാക്കി തരില്ലപ്പോ ഞാൻ ഇത്രയൊക്കെ പറയാം. ജോലിക്ക് വേണ്ടിയല്ലേ അത് എന്നെ വിളിച്ചത്. അതെ. എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ള വിശ്വാസം. അത് ശരിയാണ്. അപ്പൊ പിന്നെ ഞാൻ ജോലി ശരിയാക്കി തരാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലേ. അപ്പൊ അങ്ങനെയുള്ളവരെന്നെ വീട്ടിൽ വിളിച്ച് കുറച്ച് ഭക്ഷണവും തന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഒന്നാടെ അതിനെന്താ കുഴപ്പമില്ലേ. ഇതൊക്കെയാണെങ്കിൽ അച്ഛനും അമ്മയോടും വീട്ടിൽ വരെ ആരുമില്ല. പിന്നെന്താ? ഒന്നുമില്ല. അപ്പൊ സാറ് അന്നേരം എപ്പോഴാ വരുമ്പോ ഞാൻ വിളിച്ചോളാം. ഈ നമ്പറിൽ വിളിച്ചാലോ?
ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെക്കും. അപ്പോ വിളിക്കുമ്പോൾ എടുക്കാം. വേറെ ആരും എടുക്കൂലല്ലോ ഈ നമ്പർ. ഇല്ല, വേറെ ഇപ്പോൾ ആരും കൊടുക്കുന്നില്ല. അപ്പോ ഞാന് ഇന്നില്ല, നാളെ ഞാനൊന്ന് അങ്ങോട്ട് നിന്റെ ഒരു ആവശ്യമില്ല, ഞാൻ അതിലേ അങ്ങ് വന്നിട്ട് വീട് ആ വഴി എനിക്ക് ഓർമ്മയില്ല. ആ സാറിന് അറിയാം. മുമ്പ് ഞാൻ അതിൽ വന്നിട്ടുണ്ട്. ആ, അപ്പോഴാണല്ലോ എന്നെ അന്ന് കണ്ടു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ അടുത്ത്. ആ എന്റെ നമ്പർ അങ്ങനെയല്ലേ തന്നെ ഞാൻ. ആ പിന്നെ ഇത്രയും കാലമായിട്ട് വിളിക്കാതിരുന്ന എന്താ? അല്ല, ഞാൻ വിചാരിച്ചു സാർ എങ്ങനെയായത് മറന്നുപോയി. അല്ല, അത് ഞാൻ മറന്നുപോയിരുന്നു, അതാ പറഞ്ഞത്. ഒന്ന് അല്ല, നേരിട്ട് പിന്നെ കാണാൻ. ഇത്ര ദിവസവും വിളിക്കാഞ്ഞത് പിന്നെ പറഞ്ഞല്ലേ പറഞ്ഞത് നമ്മളെ ഭരണം വന്നാലേ അങ്ങനെ ജോലി ശരിയാക്കാൻ പറ്റൂ. അല്ല, അത് ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തണമായിരുന്നു. ഇത് മുന്നേ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നെന്ന്. അതില്ലാതെ ഉണ്ടാകാൻ ഇപ്പൊ ഞാൻ ഇത് നാളെ അങ്ങോട്ട് രാത്രി വരാൻ പറഞ്ഞു. ആ. അപ്പൊ എന്നാല് സാറ് ആ അങ്ങനെ നാളെ വാ. ആ അതാണ് യഥാർത്ഥ മര്യാദയായ വഴി. ഓക്കെ. ലതേനെ പോലത്തെ പെൺപിള്ളേരാണ് നാട്ടിൽ ഉണ്ടാവേണ്ടത്. എന്നാലേ നാട്ടിൽ ഇങ്ങനെ വികസിക്കും.